പ്രധാനമന്ത്രിയുടെ തിരുവല്ലയിലെ പരിപാടിക്കിടെ കൊടുമൺ സിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ എസ്ഐ ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസെടുത്തു. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങളുമായി. ഷിജോ പറയൂ. സുഹൈലെ, ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാർത്തയുടെ വിവരമാണ് പുറത്തു വരുന്നത്. CIനെ, അതായത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പോലീസ് സ്റ്റേഷനിലെ CIനെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ SI ആയിരുന്ന കൃഷ്ണമോഹൻ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവല്ല പോലീസ് നിലവിൽ ഒരു കേസ് എടുത്തിരിക്കുന്നത്. ഇതിന് ആധാരമായ സംഭവം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ BJPയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അവിടെ വെച്ചാണ് കൊടുമൺ സ്റ്റേഷനിലെ CI ആയിരുന്ന CIയെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ SI ആയിരുന്ന ഈ കൃഷ്ണമോഹൻ അടക്കമുള്ള 3 പേർ ചേർന്ന് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നത്. കൊടുമൺ CIയുടെ നെയിം പ്ലേറ്റ് അടക്കം വലിച്ചു കീറുകയും യൂണിഫോം വലിച്ചു കീറുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കൃഷ്ണമോഹൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മദ്യലഹരിയിലായിരുന്നു ഈ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി തിരുവല്ല പോലീസ് പറയുന്നുണ്ട്. താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, തന്നെ തടയാൻ പാടില്ല. അതായത് ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് DYSPയും കൊടുമൺ CIയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടിക്ക് അകത്തേക്ക് കയറി പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൃഷ്ണമോഹൻ അടക്കമുള്ള പ്രൊബേഷനിലെ SI അവിടേക്ക് വന്നത്. അതിനെ തടഞ്ഞതിൽ ചൊല്ലിയുള്ള പ്രകോപനമാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കത്തിലേക്ക് കലാശിച്ചത്. സംഭവത്തിൽ തിരുവല്ല പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ അവധിയിലായിരുന്നു ഈ പറയുന്ന പ്രൊബേഷനുള്ള SI കൃഷ്ണമോഹൻ. അപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് അവിടേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് വളരെ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഒരേ സർവീസിൽ തന്നെയുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കേണ്ട ഡ്യൂട്ടി ഉണ്ടായിരുന്ന CI ആണ് പ്രൊബേഷനുള്ള SI തല്ലിയത്. ഇതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഷിജോയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.